ഹലോ ഗായ്സ്, എല്ലാവരും എങ്ങനെ സുഖമായിട്ടിരിക്കുന്നോ? പോസ്റ്റ് ചെയ്യാൻ വളരെയധികം വൈകിയ അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വന്ന സുഹൃത്തുക്കളെ, എൻ്റെ എക്സ് കോളേജിൽ നിന്ന് TC വാങ്ങിക്കാനാണ് നമ്മൾ ഈ റെഡിയായി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 വർഷത്തെ എൻ്റെ കൈപ്പേറിയ PG ജീവിതത്തിന് ഇവിടെ ഒരു അവസാനമായി. എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോയല്ലേ, അപ്പോൾ പോണ വഴിക്ക് നമുക്ക് നമ്മുടെ വടക്കുന്നാഥ അമ്പലത്തിൽ കൂടെ ഒന്ന് കയറിയിട്ട് പോകാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ തലേ ദിവസം കിടന്നുറങ്ങിയത്. കാലത്ത് നേരത്തെ എണീക്കണം, 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം, 8:30 തൃശ്ശൂർ എത്തണം എന്നൊക്കെയുള്ള വലിയ പ്ലാനിങ് ആയിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷെ എന്നിട്ടാണ്ടായേ പിറ്റേ ദിവസം ഞാൻ കാലത്ത് എണീറ്റത് 7:30. പിന്നെ അങ്ങോട്ട് ഷടപടന്ന് ചാടി ഓടി റെഡിയായി അരമണിക്കൂർ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ തിരക്ക് കൂട്ടി ഇറങ്ങിയിട്ട് എന്താ, ഞാൻ മാത്രം തൃശ്ശൂര്, ബാക്കി 3 എണ്ണവും എത്താൻ ഇനിയും ടൈം എടുക്കൂത്ര. ചുമ്മാ അവിടെ പോയി പോസ്റ്റ് അടിച്ചിരിക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ആദ്യത്തെ വിളിച്ചു പറഞ്ഞത്, നീ സ്റ്റാൻഡിലേക്ക് വായോ, ഞാനിവിടെ എത്താറായിട്ടുണ്ട്, ഇവിടുന്ന് നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാമെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ കാര്യങ്ങളെന്ന് വിചാരിച്ച് ഞാൻ നേരെ സ്റ്റാൻഡിലാണ് ബസ് ഇറങ്ങിയത്. അവിടെ പോയി ആദ്യത്തെ ബസ് ഇറങ്ങോട്ട് പോയി നോക്കിയപ്പോഴാണെങ്കിൽ അവൾ അവിടെ എവിടെയും കാണാനായിട്ടില്ല. പിന്നെ അവളെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറയണത്, ഞാൻ ദാ നിന്റെ ബസ് ഇറങ്ങോട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ആദിത്യാനെയും കൂട്ടി ഓട്ടോയിൽ വടക്കുന്നാഥൻ അമ്പലത്തിലെത്തി. ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ആൽമരം ഉണ്ടായിരുന്നു. വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും, എന്തൊക്കെയോ കേടുപാടുകളൊക്കെ വന്ന് അത് ഇവിടുന്ന് മുറിച്ചു മാറ്റിയെന്നേ. ഞങ്ങൾ പോയേക്കണ ഈ ടൈമിൽ ആ മരം അവിടെ ഉണ്ടായിരുന്നു കേട്ടാ. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മേലെ പ്രായം ഉണ്ടായിരുന്നു ഇത്ര ആ മരത്തിന്. എന്നിട്ട് ഇപ്പോൾ അതിന്റെ സ്ഥലത്ത് കുഞ്ഞൊരു മരം വേറെ നട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അമ്പലത്തിനകത്ത് കയറുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ വലിയ ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ പുറത്ത് സൂക്ഷിക്കാൻ കൊടുത്തിട്ട് വേണം നമ്മൾ അകത്ത് കയറാനായിട്ട്. ആദ്യത്തെ വന്നതിനൊരു വലിയ ബണ്ടിക്കിട്ടും കൊണ്ടാണ്. അപ്പൊ നമ്മളിതാ ആദ്യം തന്നെ അവളുടെ ബാഗ് ഇവിടെ സൂക്ഷിക്കാൻ കൊടുക്കാണ് കേട്ടോ. കാര്യം ഞാനൊരു ഭക്തി എന്നല്ലെങ്കിൽ അമ്പലത്തിൽ പോകാന്ന് പറയുന്നത് വേറൊരു വൈബ് തന്നെയാണ്. അമ്പലത്തിനകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ലാത്തതുകൊണ്ട് നമ്മളിതാ ഉള്ളി നല്ല ക്ലിപ്സുകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. വടക്കുന്നാഥം പോയി വന്നാൽ പിന്നെ ഒരു മസാല ദോശ, അത് നിർബന്ധ. അത് ഭാരതിൽ നിന്നാണ് എപ്പോഴും ആവാറുള്ളത്. ബട്ട് ഇന്ന് നമുക്ക് കോളേജിൽ പോയി TC വാങ്ങിക്കാൻ ഇത്തിരി തിരക്കുള്ളതുകൊണ്ട് നമ്മൾ പത്തൻസിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഭാരതി പോയി വരുന്നത് ക്ഷീണിക്കാൻ മാത്രമല്ല, സമയത്തിന് വിചാരിച്ചെടുത്ത് എത്താനും നമുക്ക് പറ്റിയെന്ന് വരില്ല. അവിടെ ചെന്നുടനെ നമ്മൾ ആദ്യത്തെ കണ്ടത് ഫ്രണ്ടിലിരിക്കുന്ന ആ വെയിങ് മെഷീനാണ്. പിന്നെ ആൾക്ക് അതിൽ കയറി വെയിറ്റ് നോക്കാണ്ട് ദോശ ഇറങ്ങില്ല എന്നുള്ള മൂടായി. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുത്തെ കാഷ്യർ ചേട്ടന് 100 രൂപ വാങ്ങിച്ച് ഇട്ട് വെയിറ്റ് നോക്കി പ്രെഡിക്റ്റ് ചെയ്ത സെയിം വെയിറ്റ് മിന്നി കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് എൻ്റെ കുട്ടീൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. ഞാൻ പത്തൻസിലേക്ക് ചെറുപ്പത്തിൽ എപ്പോഴോ വന്നതാണ്, അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഓർമ്മയൊന്നും എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് മസാല ദോശ വന്നത് ഇവിടെ, യെസ്, കേരളത്തിൽ ആദ്യം നമ്മളവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ മസാല ദോശയും കാപ്പിയാണ് കഴിക്കാമെന്ന് വിചാരിച്ചത്. കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ആദ്യത്തേക്ക് ഇവിടെ മസാല ദോശയ്ക്ക് ഒരു ഉണ്ണിയായി. പിന്നെ നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അപ്പനും അമ്മയ്ക്കും ഡ്രസ് എടുക്കാം. എവിടേക്കാണ്? കോട്ടയത്ത് പോവാം. സൂര്യയിൽ പോകാനായിരുന്നു ആഗ്രഹം. ഹസ്ബൻഡ് അവിടെയാ. ഗിഫ്റ്റിയുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു വന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 2 ജോഡി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗിഫ്റ്റിയുടെ കൂടെ ഞങ്ങൾ 3 പേരും കൂടി പോണത്. ഗിഫ്റ്റി ആദ്യം സ്കൂട്ടിയിലാണ് കേട്ടോ, അതാണ് ഓട്ടോയിൽ ഞങ്ങളുടെ കൂടെ കാണാത്തത്. ഏതെങ്കിലും ഒരു സാധനം ഒരു സ്റ്റോറി കയറി നോക്കിയിട്ട് അതിന് റേറ്റ് കൂടുതലാണെന്ന് കാണുമ്പോൾ അതേ ഐറ്റം മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ തപ്പിയിട്ട് അതിൻ്റെ ചീപ്പർ ചുവനെ കണ്ടുപിടിക്കുന്ന സ്വഭാവം ഞങ്ങൾക്ക് മാത്രമാണുള്ളത്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയണേ. 1943 രൂപ സാധനമാണ് കഴിച്ചത്. ഇതിന്റെ റേറ്റ് ഗസ് ചെയ്യൂ. 2996, 3000 രൂപ സാധനം. ഇത് കണ്ടുപിടിച്ചിട്ട് ആ സംഭവം വാങ്ങിക്കാനൊന്നുമല്ല, 400 രൂപയ്ക്ക് നമുക്ക് മീഷോന്ന് കിട്ടും. ചുമ്മാ ഇങ്ങനെ പറയണം, അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ അവിടുന്ന് നമുക്ക് അമ്മയ്ക്കും അച്ഛനുള്ള ഡ്രസ്സ് കറക്റ്റ് ഷെയ്ഡ് മാച്ചിങ്ങിൽ കിട്ടിയിട്ടോ. ID കാർഡ് കൊണ്ടുകൊടുത്താൽ TC കിട്ടും എന്നുള്ളൊരു ചടങ്ങ് ഇവിടെയുണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു സംഭവം കേൾക്കണത്. നിങ്ങളുടെ കോളേജിൽ ഇങ്ങനെയാണ്ടേ കമൻറ്റ് ചെയ്യണേ. അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും പിന്നെ വെറുതെ അറിഞ്ഞിരിക്കാമല്ലോ. ഇനി ID കാർഡ് മിസ്സായി പോയി അല്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ TC കിട്ടില്ലെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കണേ. നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു. അപ്പം വേറൊന്നുമില്ല, എത്രാണ്ട് പൈസ ഫൈൻ ഉണ്ട്, അതങ്ങോട്ട് അടിച്ചാൽ TC ഇങ്ങോട്ട് തരും. ഞാൻ ആക്ച്വലി ഈ ഒരു ID കാർഡ് സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നേ. ലൈക്ക് PG ജീവിതം ഇങ്ങനെ സർവൈവ് ചെയ്ത് വന്നതിൻ്റെ ഒരു മെഡലൊക്കെ ആയിട്ട്. സമ്മതിച്ചില്ല അവർ. അങ്ങനെ ID കാർഡ് ലൈബ്രറി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു കുട്ടി കാർഡ് അവിടെ നിന്ന് തരും. ഇത് ഇനി നമ്മൾ എൻക്വയറിയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നമ്മുടെ TC കിട്ടും. അങ്ങനെ ഇതോടെ നമ്മുടെ കോളേജും നമ്മളും തമ്മിലുള്ള അമ്പലിക്കൽ കോഡ് ഇതായി ഇവിടെ മുറിച്ച് മാറ്റുകയാണ് ഗൈസ്, മുറിച്ച് മാറ്റുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ലിപ്സ്റ്റിക് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ ഫസ്റ്റ് വ്ളോഗ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ഒരുപാട് വട്ടം സ്റ്റുഡിയോ കയറി ഇറങ്ങിയിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആ ഒരൊറ്റ ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. ഗിഫ്റ്റ് ഇവിടെ അടുത്തുള്ള ഏതോ ഒരു സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഈ ഒരു ഷെയ്ഡ് സ്റ്റോക്ക് കണ്ടപ്പോൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ.
അപ്പോൾ TC ഒക്കെ വാങ്ങി ഇനി ഇങ്ങോട്ട് കോൺവെക്കേഷൻ ഒരു വരവ് കൂടി വരേണ്ടി വരുമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അമ്മ എന്നെ വിളിച്ചിട്ട് അവർ തൃശ്ശൂർക്ക് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത്. അന്ന് ഉച്ചയ്ക്ക് ദൃശ്യം കാണാനായിട്ട് നമ്മൾ രാഗത്തിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയും ആദ്യം അമ്മനും കൂടി തൃശ്ശൂർക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദൃശ്യം കാണാൻ രാഗത്തിൽ ടിക്കറ്റ് എടുത്തോന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ ഇത് എത്ര നാൾ മുന്നത്തെ വ്ളോഗാണെന്നുള്ളത്. എന്ത് ചെയ്യാനാ, മടിച്ചായി പോയത് ഇത്രയും വലിയ പ്രശ്നമാണോ ഗൈസ്? അങ്ങനെ ഞാനും അവർ ഏറെക്കുറെ സെയിം ടൈമിലാണ് കേട്ടോ തൃശ്ശൂർ എത്തിയത്. അപ്പോഴത്തേനും പടം തുടങ്ങാറായിട്ടുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, എക്സാമിന് ലേറ്റ് ആയാൽ പോലും ഇല്ലാത്ത അത്രയും ടെൻഷനും വെപ്രാളമാണ് എനിക്ക് പടത്തിന് ലേറ്റ് ആയുള്ളത്. അമ്മയൊക്കെ ഓടുന്ന ഓട്ടം കണ്ടാ നിങ്ങൾ. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അകത്ത് കയറി. പടം കണ്ട് ഇന്റർവെൽ ആയ പനിയന്മാർ രണ്ടും കൂടെ ഒരു പപ്പായ ജ്യൂസും വാങ്ങിക്കൊണ്ട് വന്നു. ഏതോ റീലിൽ കണ്ടതാണ്, സൂപ്പർ ആണെന്നൊക്കെ അയാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിക്കൊണ്ട് വന്നത്. നമ്മൾ കണ്ണൂർ ഹോക്കയിൽ ഇവിടുത്തെ ട്രൈ ചെയ്യാൻ പോവുകയാണ്. എന്റെ പൊന്നി, അത് തുറന്നപ്പോ തന്നെ ഒരു പൊട്ട നാറ്റാണ് വന്നത്. ചീഞ്ഞ പപ്പായ അടിച്ചു. അമ്മ അത് കുടിച്ചു നോക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാഞ്ചീപുരം സാരി എക്സിബിഷൻ കേടായൊരു സാധനമായിരുന്നു അത്. സത്യം, ഞാൻ ചുമ്മാ പറയല്ല, അത്രയ്ക്ക് വൃത്തിയായിട്ടൊരു ടേസ്റ്റും മണവും. പടം കഴിഞ്ഞിറങ്ങിയിട്ട് ആ പടത്തിനെ പറ്റിയിരുന്ന് സംസാരിക്കുന്നതാണ് ഇങ്ങനെ സിനിമകൾ കാണാൻ പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് 4 പേർക്കും ദൃശ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടിനേക്കാളും ഇഷ്ടപ്പെട്ടത് തേർഡ് പാർട്ടായിരുന്നു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പടം കഴിഞ്ഞപ്പോഴത്തേനും ചായ കുടിക്കാൻ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് കയറാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ചായ കുടിക്കാനായിട്ട് ഭാരതത്തിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. തിരക്കിൻ്റെ കാര്യം പിന്നെ ഞാൻ എടുത്ത് പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. ഈ ഒരു ഹോട്ടലിലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൈനിങ് സ്പേസ് മാത്രമല്ലാണ്ട് അപ്പുറത്ത് വേറൊരു സ്പേസും കൂടെ ഉണ്ട്. അവിടെയാണ് ഉച്ചയ്ക്ക് ഊണിൻ്റെ ടൈം ആയി കഴിഞ്ഞാൽ ഊണ് സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഊണിൻ്റെ ടൈം കഴിഞ്ഞ സമയത്താണ് നമ്മുടെ ഈ പടം കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ ആ സ്പേസ് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ അവിടേക്ക് അടുത്ത കസ്റ്റമേഴ്സിന് എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മെയിൻലി സ്ഥലമില്ലാത്തത്. ആ സ്ഥലം ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു ടേബിൾ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് നമ്മുടെ ആദ്യം ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം തന്നെ ക്ലീൻ ആക്കിക്കൊണ്ടാണ് കേട്ടോ മേശയും കസാരയൊക്കെ ഇങ്ങനെ ഇട്ടേക്കണേ. ഇവർ 3 പേരും മസാല ദോശയാണ് കേട്ടോ കഴിക്കാൻ പറഞ്ഞത്. ഞാനത് ഓൾറെഡി ബ്രഞ്ചായിട്ട് കഴിച്ചല്ലോ. എന്നാൽ പിന്നെ 2 വടയിലും ഒരു കാപ്പിയിലും ഒതുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വടയും കാപ്പിയൊക്കെ കുടിച്ച് സിനിമയുടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഞാൻ തന്നെ പറയണോ? സിനിമ എങ്ങനെയുണ്ട്? നല്ല പടം. നല്ല പടം. 10 ഒന്നുകൂടെ ശരി, 10 എത്ര എടുക്കും? 10 10 കൊടുക്കും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ളോഗായിട്ട് പിന്നെ കാണാം. അപ്പൊ ശരി, ബൈ.